വാർത്തകളിലേക്ക്. എ.ഡി.എം. നവീൻ ബാബുവിന്റെ വിഷയത്തിൽ പി ദിവ്യയ്ക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ വിമർശനങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. എം മെഹബൂബിനെ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 13 പേർ പുതുമുഖങ്ങളാണ്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പി മോഹനൻ ഒഴിഞ്ഞപ്പോൾ ഏകകണ്ഠമായാണ് എം മെഹബൂബിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. മുതിർന്ന നേതാവ് എന്നതിനൊപ്പം ജില്ലയിലെ പ്രധാന ന്യൂനപക്ഷ മുഖം എന്നതുകൂടി മെഹബൂബിന് തുണയായി. SFIയുടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ മെഹബൂബ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ്, CPM ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അത്തോളി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായി ഫുൾ ടൈം പാർട്ടി പ്രവർത്തനം നടത്തുന്ന എനിക്ക് ആ സെക്രട്ടറി എന്ന പദവി നയിച്ചു പോകാൻ വേണ്ടി കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. പാർട്ടി ആവശ്യപ്പെടുന്ന ഏത് ജോലിയും ചെയ്തുകൊണ്ടാണ് ഈ കാലം അത്രയും പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. പാർട്ടി എന്ന കാര്യം ആവശ്യപ്പെട്ടു, അത് ഞാൻ ഏറ്റെടുത്തു. ഇത്തവണ 47 പേരാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത്. പഴയ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 11 അംഗങ്ങളെ ഒഴിവാക്കി. PSC കോഴ ആരോപണത്തിൽ നിലപാടെടുത്ത പ്രേംകുമാറും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. 13 പേരാണ് പുതുമുഖങ്ങൾ. ഇതിൽ 2 പേർ വനിതകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസവും മുഴുവൻ സമയം സമ്മേളനത്തിൽ പങ്കെടുത്തു. എ.ഡി.എം. നവീൻ ബാബു വിഷയത്തിൽ പി ദിവ്യയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ പറഞ്ഞു. പി ദിവ്യയ്ക്കെതിരായ നടപടി മാധ്യമ വാർത്തകൾക്കനുസരിച്ചാണെന്ന CPM ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ വിമർശനത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രസ്താവനകളിൽ ഇപിയുടെ ഭാഗത്ത് പിശകുണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി നൽകി. മീഡിയ 1 കോഴിക്കോട്.